ജനനായകൻ നമ്മുടെ ഒരുപാട് പേരുടെയും ചൈൽഡ്ഹുഡായിട്ടുള്ള നമുക്ക് ചെറുപ്പത്തിൽ അത്രയും കണക്ട് ചെയ്ത നമ്മൾ അത്രയും രസിച്ച ഒരാളാണ് ദളപതി വിജയ്. പുള്ളി സിനിമ നിർത്തി പോവുക എന്ന് പറയുന്നത് തന്നെ ചെറിയൊരു വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മൾ എന്തൊക്കെ ട്രോളുമെങ്കിലും നമ്മൾ പലതും പറയുമെങ്കിലും വിജയ് സിനിമ എന്ന് പറയുന്ന സംഭവത്തിന് കിട്ടിക്കൊണ്ടിരുന്ന ആ ഒരു റിസപ്ഷൻ അത് വേറെ ലെവലാണ്. പുള്ളി ഒരിക്കലും ഒരു ഭയങ്കര വലിയ കിടിലം പടം ചെയ്യണമെന്നോ അങ്ങനെ വലിയ സംഭവം അങ്ങനെയൊന്നും ആലോചിച്ചിട്ടില്ല. നല്ല കുറച്ച് ക്യാരക്ടേഴ്സ് ചെയ്യണം, അതുപോലെ തന്നെ എല്ലാവർക്കും പിടികിട്ടണ ഒരു സംഭവമായിരിക്കണം. അതിപ്പം മിഡായാലും പുള്ളിക്കൊരു വിഷയമില്ല. അങ്ങനൊരു ഇതിൽ ആണ് പുള്ളി പടം ചെയ്തുകൊണ്ടിരുന്നത്. പുള്ളിയുടെ പല ക്യാരക്ടേഴ്സും നമ്മളെ തലയിൽ വെച്ച് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അത്രയും അധികം നമുക്ക് മനസ്സിനോട് അടുത്ത് വെക്കുന്ന ഒരാളാണ് ദളപതി വിജയ്. അപ്പോൾ ഇനി നോ മോർ ഫാൻ ഷോ, നോ മോർ FDFs ഇങ്ങനത്തെ പരിപാടികളൊന്നുമില്ല, സെലിബ്രേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഇച്ചിരി വിഷമം വന്നേക്കാം. പക്ഷേ അതും ലൈഫിൻ്റെ ഒരു ഭാഗമാണ്. ഇനി ആസ് എൻ ഓഡിയൻസ് ഈ പടം കണ്ട കാര്യം നമുക്ക് പറയാം. അതായത് ദളപതി വിജയുടെ ലാസ്റ്റ് പടം അങ്ങനെ ഒരു സംഭവത്തിൽ തന്നെ ഇരുന്ന് കാണണം. ഞാൻ പണ്ടും ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട്, വിജയ് പടം കാണാൻ പോകുമ്പോൾ വിജയിനെ കാണാനാണ് ഞാൻ പോവാറ്, അല്ലാതെ വേറൊരു പരിപാടിയുമല്ല. ഞാൻ കഥ നന്നായാൽ അല്ലെങ്കിൽ പടം നന്നായാൽ ഓക്കെ, പ്ലസ്സാണ്, അത് ഒരു ബോണസ് മാത്രമാണ്. വിജയിനെ ഒരു 1-2 മണിക്കൂർ കണ്ടിരിക്കുക, അത്രേ ഉള്ളൂ വിജയുടെ പടത്തിൻ്റെ ഒരു ഗോളെന്ന് പറയുന്നത് എനിക്ക്. ഇനി ഭഗവത് കേസരിയുടെ ഒരു ആക്ച്വൽ റീമേക്ക് റൈറ്റ്സ് വാങ്ങിച്ചിട്ടുണ്ടെന്നറിയാം. പക്ഷേ ഒരു ഡിറ്റോ റീമേക്ക് അല്ല പരിപാടി. ഞാൻ ഭഗവത് കേസരി 2 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അത്യാവശ്യം നല്ല രസമായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. ഒരു ചിന്ന സ്പോയിലറായി പോവും, നമ്മുടെ ബാലയുടെ ഒരു ചെറിയ പരിപാടിയും ഈ പടത്തിലുണ്ട്. അത് പക്ഷേ നല്ല രസമായിരുന്നു, ഭയങ്കര ഓഡിയൻസ് റിസപ്ഷൻ ആയിരുന്നു, ഭയങ്കര കയ്യടിയായിരുന്നു ബാലയ്യനെ കണ്ടപ്പോൾ. അപ്പോൾ സെറ്റപ്പായിരുന്നു. അതായത് ബാലയ്യ ക്യാമിയോ അല്ല, വേറൊരു രീതിയിലുണ്ട്, അത് പടം കണ്ടവർക്ക് മനസ്സിലാവും. ഭഗവത് കേസരിയിലത്തെ ഒരുപാട് കോമഡി ട്രാക്ക് അങ്ങനെ ആവശ്യമില്ലാതെ കഥയ്ക്ക് ഉണ്ടായിരുന്ന കുറേ സംഭവങ്ങളുണ്ട്. അതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഒരു നല്ലൊരു ഫസ്റ്റ് ഹാഫാണ് നമുക്ക് കിട്ടിയത്. അത്യാവശ്യം നല്ലൊരു എന്ന് വെച്ചാൽ ഞാൻ വളരെ മോശം പടം പ്രതീക്ഷിച്ചാണ് പോയത്. എന്ന് വെച്ചാൽ നമുക്കറിയാലോ ജനനായകൻ ഇത്രയും കാലം ലാസ്റ്റത്തെ പടമായതുകൊണ്ട് തന്നെ വിജയുടെ ഇത്രയും കാലം കണ്ട പടങ്ങളുടെ എല്ലാ പരിപാടി അതിലുണ്ടാവുമെന്നും പ്രതീക്ഷിച്ചിട്ടാണ് പോകുന്നത്. ഒരു പരിധി വരെ ഉള്ളൂ, അത് ഭയങ്കരമായിട്ട് ഇട്ടിട്ട് വെറുപ്പിച്ചിട്ടൊന്നുമില്ല. ഒരു ചെറിയ പോർഷനിൽ ചുമ്മാ കാണിച്ചു പോകുന്നു, അങ്ങനെ ഉള്ളൂ. പിന്നെ ഭഗവത് കേസരിയുടെ റീമേക്ക് ആയതുകൊണ്ട് തന്നെ എനിക്ക് കഥ ഏകദേശം അറിയാം. പക്ഷേ കഥ അങ്ങനെയൊന്നും അല്ല പോയത്. ഫസ്റ്റ് ഹാഫ് ഏകദേശം റീമേക്കിനോട് സിമിലർ ആയിരുന്നെങ്കിലും സെക്കൻഡ് ഹാഫ് ഭയങ്കര വ്യത്യാസമുണ്ട്. ആ ഒരു പടത്തിൻ്റെ ആനയാടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ആ ഒരു പടമായിട്ട് ഭഗവത് കേസരിയായിട്ട് ഒരു സാമ്യതയും അതിൽ കാണുന്നില്ല. ചില പോർഷൻസ് മാത്രമേ ഒരു സാമ്യതയുള്ളൂ. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ഉണ്ട്, അത് തിയേറ്ററിൽ വന്നപ്പോൾ കൈയടിയായിരുന്നു. നിങ്ങൾ ആരാണെങ്കിലും, നിങ്ങൾ ഇപ്പോൾ ഏത് ഫാൻ്റെ ആളാണെങ്കിലും നിങ്ങളത് കേൾക്കുമ്പോൾ കുറച്ച് നേരമെങ്കിലും ഓക്കെ, അല്ലെങ്കിൽ ഒരു ചെറിയ സന്തോഷമെങ്കിലും തോന്നും. കാരണം വിജയ് അണ്ണൻ സെക്സ് എഡ്യൂക്കേഷനെ പറ്റി പിള്ളേരുടെ അടുത്ത് സംസാരിക്കുന്ന ഒരു പോസ്റ്ററാണ്. അത് ബാലയ്യ എങ്ങനെ ചെയ്തു വെച്ചോ അത് തന്നെ ഡിപ്റ്റോ കോപ്പിയാണ്. പക്ഷേ അതങ്ങനെ പറയേണ്ട ഒരു സംഭവമാണ്. അത് മോശമായിട്ടല്ല പറയുന്നത്. എന്ന് വെച്ചാൽ വിജയ് അത് ചെയ്തത് ഡിറ്റോ കോപ്പിയടി അങ്ങനെ മോശമായിട്ട് കാണിക്കുന്നതല്ല. അത് വിജയനെ പോലുള്ള ഒരാൾ പറയുമ്പോൾ കിട്ടുന്ന ഇമ്പാക്റ്റ് വേറെയാണ്. പോരാത്തതിന് ഇപ്പോൾ CM കൂടെയാണ്. CM ആണ് ശരിക്കും സ്ക്രീനിൽ വന്ന് പറയുന്നത്. അപ്പോൾ അത് ശരിക്കും ഇതുപോലെ പലരും ഡിസ്കസ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. നമ്മുടെ ഇവിടെ ഭയങ്കരമായിട്ട് ഈ നമ്മൾ സെക്സ് എഡ്യൂക്കേഷൻ അങ്ങനത്തെ സാധനത്തിലൊക്കെ നമ്മളതിനെ പ്രൊമോട്ട് ചെയ്യാറുണ്ട്. പക്ഷേ കേരളത്തിൻ്റെ പുറത്തേക്ക് പോയ ഇങ്ങനെയല്ല. അപ്പോൾ അത് കുറച്ചുകൂടി ഇമ്പാക്റ്റ് കൊടുക്കുന്നത് വിജയുടെ ഈ ഒരു പടത്തിൽ കൂടെ ആയിരിക്കും. പിന്നെ A സർട്ടിഫൈഡ് ആണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. പിള്ളേരൊന്നും കൊണ്ട് ആ ഭാഗത്തേക്ക് പോരുത്. അടിയല്ല, മെയിനായിട്ട് വിജയണ്ണൻ ഇത് വാള് വെച്ച് വെട്ടിത്തള്ളാണ് പുള്ളി. കൈവെട്ടും കാലുവെട്ടും തല വരെ വെട്ടുന്നുണ്ട്. പക്ഷേ അത് ഒരു പരിധി വരെ ഉള്ളൂ, ഭയങ്കര ഓവറായിട്ടില്ല. പക്ഷേ എനിക്ക് ഭഗവത് കേസരിയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പോർഷനാണ് അതിൻ്റെ വയലൻസ്. ഭഗവത് കേസരി എന്ന് പറഞ്ഞാൽ ആ ഒരു ക്യാരക്ടർ ഭയങ്കര ജോളി ടൈപ്പ് അങ്ങനത്തെ ഒരു ക്യാരക്ടറാണെങ്കിലും ആ പുള്ളിയുടെ ഒരു വയലൻ്റ് നേച്ചറുണ്ട്, അത് ഭയങ്കര രസമാണ്. പിന്നെ എപ്പോഴത്തേം പോലെ വിജയണ്ണൻ എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം പെർഫോം ചെയ്യാനുണ്ടായിരുന്നു. അത്യാവശ്യം കുറച്ച് ഇമോഷണൽ സീൻസും കാര്യങ്ങളൊക്കെ സെറ്റപ്പായിട്ടുണ്ടായിരുന്നു. അതൊക്കെ അറിയാലോ, പുള്ളി ആ ഒരു ആസ് ആൻ ആക്ടർ ഒരുപാട് എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ. പുള്ളിക്കിടലിന് ആക്ടറാണ്. പിന്നെ അമിതാഭ് ബൈജു, എൻ്റെ ദൈവമേ, ഞാനങ്ങ് കടിച്ച് തിന്നട്ടാ അങ്ങനെ പറയാൻ തോന്നി. കിട്ടില്ല. ഇനി ഈ പടം കൊണ്ട് ശരിക്കും ഏറ്റവും കൂടുതൽ ഗുണം ഉണ്ടാകാൻ പോകുന്നത് അമിതാഭ് ബൈജുവിനായിരിക്കും. കാരണം
പുള്ളിക്കാരിയുടെ മൈലേജ് അങ്ങോട്ട് കത്തിക്കയറും. ഇനി കണ്ടോ, കാരണം ആ ലെവലിൽ പുള്ളിക്കാരി നന്നായിട്ട് അഭിനയിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ശ്രീലീലയുടെ ഭഗവന്ത് കേസരിയായിട്ട് ഓൾറെഡി കമ്പാരിസൺ വരും. ശ്രീലീല കുറച്ച് ഓവറായിട്ടാണ് ഇതിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. കുറച്ചൊക്കെ ക്രിഞ്ച് പരിപാടികളുണ്ട്. പിന്നെ തെലുങ്ക് സിനിമയ്ക്ക് അതൊക്കെ നാച്ചുറലാണ്, നമ്മളങ്ങ് ആ ഒരു മൈൻഡിലിരുന്ന് വേണം കാണാൻ. പക്ഷേ മമിത ഒട്ടൊരു രീതിയിൽ അത് ഓവറാക്കാതെ കറക്റ്റ് മീറ്റർ വെച്ച് പിടിച്ചിട്ടുണ്ട്, സെറ്റപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഭഗവന്ത് കേസരി കണ്ടവർക്ക് മനസ്സിലാവാം, മെയിൻ അതിൻ്റെ ഒരു തീം എന്ന് പറയുന്നത് വുമൺ എംപവർമെൻ്റ് ആണ്. അതുകൊണ്ട് ആ ഒരു സംഭവം ഉള്ളതുകൊണ്ട് തന്നെയാണ് ദളപതി വിജയ് ഇത് റീമേക്ക് ചെയ്യാൻ തീരുമാനിച്ചതും. പുള്ളിക്ക് ആ ഒരു വുമൺ എംപവർമെൻറ്റ് ആ ഒരു സെൻറ്റർ ആക്കിയിട്ടൊരു സംഭവം വേണമെന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പടം റീമേക്ക് ചെയ്തത്. ഇത് ഞാൻ പറഞ്ഞതല്ല, നമ്മുടെ ഈ പടത്തിൻ്റെ ഡയറക്ടർ എച്ച് വിനോദ് തന്നെ ഏതൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഈ ഒരു പടം സത്യം പറഞ്ഞാൽ പ്രൊപ്പഗാൻഡയാണ്. ഈവൻ ദളപതി വിജയുടെ ആ ഒരു, പുള്ളിയുടെ പേര് തന്നെ ദളപതി എന്നാണ്, അത് തൊട്ട് പുള്ളിയുടെ ഇൻട്രോ തൊട്ട് കഴിയുന്നത് വരെ ഈ ഫുൾ പരിപാടിയാണ്. പുള്ളിയുടെ പാർട്ടി, പുള്ളീനെ ഒരു രക്ഷകനായിട്ട് കാണിക്കുന്നു, ഭയങ്കര വലിയ സംഭവമായിട്ട് കാണിക്കുന്നു. ഇനി നമ്മുടെ വിജയ്ക്ക് ഒളിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, 2003 തൊട്ട് തിരുമല തൊട്ട് പുള്ളി ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ കുറച്ച് പ്രൊപ്പഗാൻഡ പരിപാടികൾ ഇട്ടിട്ട് വരുന്നുണ്ട് എല്ലാ പടത്തിലും. അപ്പം തൊട്ടേ പലപ്പോഴും ചെറിയ റൂമേഴ്സായിട്ടായിരുന്നെങ്കിലും പുള്ളിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇതുപോലെ ആ ഒരു സ്ഥലത്തെ മുഖ്യമന്ത്രി ആവുക, ഇതുപോലെ പാർട്ടി കയറുക, അങ്ങനെയൊക്കെയാണെന്നാണ് ഈ പരിപാടി റൂമേഴ്സ് ഉണ്ടായിരുന്നത്. അതിപ്പോൾ സത്യമാണെന്ന് തെളിയുകയും ചെയ്തു. ഇനി പടം ആ ഒരു നമ്മളൊരു ക്രൗഡിൻ്റെ കൂടെ വേണം ഇരുന്ന് കാണാൻ. അതും അത്യാവശ്യം നല്ല കട്ട വിജയ് ഫാൻസിൻ്റെ ഒപ്പം ഇരുന്ന് കണ്ടാൽ ഒരു രസം ഉണ്ടാവുള്ളൂ. ഞാൻ തിയേറ്ററിൽ കയറിയപ്പോൾ ഫുൾ തമിഴ് സംസാരിക്കുന്ന ആൾക്കാർ. ഞാനിത് ചാലക്കുടി തന്നെയാണോ എന്ന് ഇങ്ങനെ നോക്കേണ്ടി വന്നു. ഫുൾ TV കൊടി, അങ്ങനെ കുറേ പരിപാടികൾ. അപ്പോൾ ഭയങ്കര സെറ്റപ്പ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവന്മാർ ചില അലമ്പുണ്ടാക്കി, അത് ഇമോഷണൽ സീനി വരെ ഇവന്മാർ ഭയങ്കര കൂവലും വിസിലടിയായിരുന്നു. അപ്പോൾ അവിടുത്തെ മുതലാളി ഇറങ്ങി വന്നിട്ട് മിണ്ടായിരിക്കണം അങ്ങനെ പറഞ്ഞിട്ട് അവന്മാർ നിർത്തിയ പരിപാടി. ശരിക്കും നമ്മളൊരു ക്രൗഡിൻ്റെ കൂടെ അല്ലാതിരുന്ന് കണ്ടാൽ ചിലപ്പോൾ ഫസ്റ്റ് ഹാഫ് പിന്നെയും കുഴപ്പമില്ലാതെ തോന്നും. പക്ഷേ സെക്കൻഡ് ഹാഫിൽ ഒരു പോയിന്റ് കഴിഞ്ഞാൽ ഭയങ്കര ലാഗായിട്ട് നിങ്ങൾക്ക് തോന്നാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അത് ടിപ്പിക്കൽ ഒരു വിജയുടെ, നമ്മൾ ഇത്രയും കാലം കണ്ടുകൊണ്ടിരുന്ന വിജയ് 2010 കത്തി നിന്ന കുറേ ഫോമാറ്റ്സ് ഉണ്ട് പുള്ളിയുടെ. അത് മാക്സിമം അതിലിട്ടുണ്ട്. മാക്സിമം എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്തിട്ടുണ്ട്. വിജയിനെ എത്രത്തോളം ബൂസ്റ്റ് ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ പക്ഷേ മോശമായിട്ടില്ല അതൊന്നും, കാരണം വിജയ്ക്ക് ആ പരിപാടികളൊക്കെ ചെയ്യാൻ അറിയാം. ഫൈറ്റുകൾ പലതും സെറ്റപ്പായിരുന്നു. ഓവറോൾ ഈ പടം OTT വരുമ്പോൾ ചിലപ്പോൾ ഭയങ്കരമായിട്ട് നല്ല രീതിക്ക് ട്രോൾ കിട്ടും. പക്ഷേ ഇതും കൂടിയേ ഉള്ളൂ ഇനി വിജയുടെ ഒരു പടം എന്ന് പറയാൻ. ഇനി വല്ല റിലീസും വരണം. റിലീസ് വന്നാൽ തന്നെ അതിന് ആളുണ്ടാവോ ഇല്ലയോ എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു വികാരത്തിനെ മാനിച്ച് നിങ്ങൾക്ക് ഇതും കൂടി ഉള്ളൂ, ഇനി ഇല്ല, കാണുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് ഓണറബിൾ ചീഫ് മിനിസ്റ്റർ ഓഫ് തമിഴ്നാടു Joseph Vijay, we will really miss you. We will really miss the actor Vijay.